മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം മുടങ്ങിയിട്ടും ഇടപെടാതെ ആരോഗ്യവകുപ്പ് 49.18 കോടി രൂപയാണ് സർജിക്കൽ സ്ഥാപനങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നൽകേണ്ടത്. യൂറോളജി വിഭാഗത്തിലെ 200ഓളം ശസ്ത്രക്രിയകൾ ഇത് കാരണം മുടങ്ങിയിട്ടുമുണ്ട്. ടിൻഡുദാസ് ചേർന്നത്. ടിൻഡു, ഈ സാധാരണക്കാരായ ജനങ്ങളാണ് മെഡിക്കൽ കോളേജിനെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. അവിടെയാണ് ശസ്ത്രക്രിയകൾ പോലും നടത്തിയിട്ട് ദിവസങ്ങളായി എന്ന് പറയുന്നത്. ഈ വിതരണക്കാർക്ക് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കിട്ടാത്തതാണ് ഈ ശസ്ത്രക്രിയ മുടങ്ങാനുള്ള കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നതും. അത് എന്തുകൊണ്ട് അങ്ങനെ വിതരണക്കാർ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം ഈ മെഡിക്കൽ കോളേജുകളിൽ നിർത്തിവെച്ചു എന്നുള്ള കാര്യം ചോദിക്കുന്നു. ഒപ്പം ധനവകുപ്പിൻ്റെ ഇടപെടൽ ഈ ആരോഗ്യവകുപ്പിൽ ഉണ്ടായിട്ടില്ലേ എന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. എന്തായാലും ഇതിൽ ധർമ്മസങ്കടത്തിലാകുന്നത് സാധാരണക്കാരായ ജനങ്ങൾ തന്നെയല്ലേ? തീർച്ചയായും രജനി, സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആരോഗ്യ മേഖല ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ധനവകുപ്പിന്റെ ഇടപെടൽ അത്രയും കാര്യമായിട്ടുള്ള ഇടപെടൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഈ ചികിത്സാ ഉപകരണങ്ങൾ മുടങ്ങുന്നതും മരുന്ന് വിതരണം മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പല ഘട്ടങ്ങളിലായി നമ്മൾ ഉൾപ്പെടെയുള്ള വാർത്ത നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വാർത്ത എന്നത് യൂറോളജി വിഭാഗത്തിൽ ഏതാണ്ട് 200ഓളം ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടുണ്ടെന്നാണ്. കാരണം നമുക്കറിയാം, ഈ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് സർക്കാരിന്റെ കീഴിൽ തന്നെയുള്ള സ്ഥാപനങ്ങളാണ്. അതിൽ ഈ സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്യില്ല എന്ന് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ ഉപകരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ കമ്പനികൾ അറിയിച്ചിട്ടുള്ളത്. അതായത് ഡിസംബർ മാസം മുതലുള്ള തുകയാണ് ഈ കുടിശ്ശിക ഇനത്തിൽ നൽകേണ്ടത്. അതായത് എല്ലാ ഉപകരണങ്ങളും മേടിച്ച തുക ഡിസംബർ മാസം മുതലുള്ള തുക ഇത്തരത്തിൽ കുടിശ്ശിക ഇനത്തിൽ മെഡിക്കൽ കോളേജ് ഈ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 49 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ കുടിശ്ശിക നിലനിൽക്കുന്നതെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഈ കുടിശ്ശിക നൽകി തീർത്തതല്ലാതെ ഇനി മുതൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്യില്ല എന്നാണ് ഈ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഈ സ്റ്റെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശസ്ത്രക്രിയകൾ ഉപയോഗിക്കുന്ന സ്റ്റെന്റ് എന്ന് പറയുന്നത്. അതായത് രക്തക്കുഴലുകളുടെ അളവ് അതുപോലെ തന്നെ മറ്റ് മാനദണ്ഡങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സ്റ്റെന്റിനും ഓരോ വലിപ്പവും ഓരോ രീതിയിലായിരിക്കും ഇതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഈ ശസ്ത്രക്രിയ നടത്തുന്ന അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം തീരുന്നതിനനുസരിച്ച് സ്റ്റെന്റ് സ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അതായത് ഏറ്റവും കുറഞ്ഞത് സ്റ്റെന്റ് വാങ്ങാനുള്ള തുക പോലും ഇത്തരത്തിൽ മെഡിക്കൽ കോളേജുകൾക്ക് നൽകാൻ കഴിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ആശുപത്രി സൂപ്രണ്ട് പല ഘട്ടങ്ങളിൽ തന്നെ ആരോഗ്യ വകുപ്പിനോട് അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരോഗ്യ വകുപ്പ് ഇത്തരത്തിൽ ഈ തുക അനുവദിക്കണമെന്ന ആവശ്യമായി ധനവകുപ്പിനെ സമീപിക്കുമ്പോൾ ധനവകുപ്പ് സ്ഥിരം പല്ലവിയായ ധനപ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ തുകകൾ അനുവദിക്കാതിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ജനൻ TV തന്നെ പുറത്തുവിട്ട വാർത്തയാണ് മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട് കാരുണ്യ പദ്ധതിയിലൂടെ മരുന്നുകൾ ലഭിക്കുന്നവർക്ക് അല്ലെങ്കിൽ കാരുണ്യ പദ്ധതിക്കായി ഏതാണ്ട് 1000 കോടിയിലധികം രൂപ വേണമെന്നാണ് ആരോഗ്യ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നത്. ആ സ്ഥാനത്തായിരുന്നു 130 കോടി രൂപ മാത്രം കൊടുത്തുകൊണ്ട് ധനവകുപ്പ് ആ പ്രതിസന്ധി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ ഒതുക്കിയതെന്ന് വേണം പറയാൻ. അത് കാരണം സംസ്ഥാനത്തെ വിവിധ കാരുണ്യ ആശുപത്രികളിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഫാർമസികളിലും ഒന്നും മരുന്ന് ലഭിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനു കൂടിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കൂടി മുടങ്ങിക്കിടക്കുന്നത്. കഴിഞ്ഞ ഒരു 1.5 മാസത്തിന് മുൻപ് നടന്നൊരു സംഭവമാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം നിർത്തലാക്കിയതോടെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്നുള്ള വാർത്ത. അന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകില്ല, കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജുകളിലും ഒരു ആശുപത്രികളിലും ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന്. അതെന്തേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായില്ല എന്നാണ് ചോദ്യം ഉയരുന്നതും. അന്ന് പറഞ്ഞത് ഈ മുഖം രക്ഷിക്കാനുള്ളൊരു നടപടി മാത്രമായിരുന്നു, പെട്ടെന്ന് കുറച്ച് പൈസ കൊടുത്ത് വിതരണക്കാരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ചുരുന്നത്. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇപ്പോഴും സമാന രീതിയിൽ പ്രതിസന്ധി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും ഒരു വാർത്ത വരുമ്പോൾ മാത്രം അതിന് പരിഹാരം കണ്ടെത്താൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിസന്ധി ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. 1-2 ആശുപത്രികളിൽ മാത്രമേ ഇത്തരത്തിൽ പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നൊക്കെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. പക്ഷേ നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മാത്രമല്ല മറ്റ് ഇലക്ട്രോണിക് അതായത് ചികിത്സാ സംബന്ധമായ മറ്റ് ഇലക്ട്രോണിക് സ്ഥാപനങ്ങളൊക്കെ ഇത്തരത്തിൽ കേടായ അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. അതായത് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മളൊരു വാർത്ത പുറത്തുവിട്ടത്. അതായത് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സ്കാനിങ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നില്ല.
അത് പുറത്തു നിന്നാണ് ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തുവിടും. അപ്പോൾ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ മോശമായത് കൊണ്ട് തന്നെ ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ അരക്ഷിതാവസ്ഥ പരിഹരിക്കാനായി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നോ ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഒരുപക്ഷെ ഈ ആശുപത്രിയിലെ ഡോക്ടർമാരും അതുപോലെ തന്നെ ജീവനക്കാരും ഒക്കെ വളരെ പ്രതിസന്ധി, അതായത് ഈ ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് വളരെ ദുർഘടമായ കാര്യമാണ്. ഒരുപക്ഷെ രോഗികളെ സംബന്ധിച്ചിടത്തോളം രോഗികൾക്ക് മറുപടി നൽകേണ്ടത് ഈ ആശുപത്രി ജീവനക്കാരും ഡോക്ടർമാരും ഒക്കെ തന്നെയാണ്. അപ്പൊ അത്തരത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ കാലങ്ങളായുള്ളൊരു പ്രശ്നമാണ് ഈ കാത്ത് ലാബിന്റെ പ്രശ്നം, അതുപോലെ തന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള പ്രശ്നവും കുടിശ്ശിക നൽകാനുള്ള തുടങ്ങിയ പ്രശ്നങ്ങൾ ഏതാണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 2023 വർഷത്തിൽ ഏതാണ്ട് 108 കോടിയിലധികം രൂപയായിരുന്നു ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, അതായത് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടിയിരുന്നത്. പക്ഷേ അതിലും കുടിശ്ശിക വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത്. ഡിസംബർ മാസം മുതലുള്ള തുക നൽകാനുണ്ട്. ഈ തുകയുടെ പകുതിയെങ്കിലും കൊടുത്താൽ മാത്രമേ ഇനി മുതൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്യൂ എന്നൊരു നിലപാടിലാണ് ഈ സ്ഥാപനങ്ങൾ. എന്തായാലും നിലവിൽ ധനവകുപ്പ് അടിയന്തരമായി ഇടപെട്ടില്ല എങ്കിൽ ഒരു പക്ഷേ സംസ്ഥാനത്തെ ആശുപത്രി മേഖല വളരെ താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് മാറും. രജനി, ശരി, വിവരങ്ങൾ പങ്കുവച്ചത്.